ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈ ചൂടുന്നൊക്കെ ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് നോമ്പൊക്കെ ആണല്ലോ, അപ്പം നമുക്ക് നോമ്പൊക്കെ മുറിക്കുന്ന ആ സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു റീഫ്രഷിങ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വത്തക്കയാണ് എടുത്തിട്ടുള്ളത്. വത്തക്ക, അതുപോലെ നമ്മൾ തണ്ണിമത്തൻ, വാട്ടർ മെലോൺ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് വത്തക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുരു ഒന്നും കളഞ്ഞെടുത്തിട്ടില്ല, അതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. കുരു കളഞ്ഞെടുക്കണമെന്നൊന്നുമില്ല. അപ്പം ഇനി നമ്മളിത് വെച്ചിട്ടാണ് നമ്മുടെ ഈ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡിയാക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. കൂടുതൽ പുതിനയിലയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഒരേലക്കായ എടുത്തിട്ടുണ്ട്, ഒരൊറ്റ ഏലക്കായ മതി, കൂടുതൽ ഏലക്കായുടെ ആവശ്യമില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇഞ്ചി കൂടുതലായി പോകരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡ്രിങ്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വത്തക്ക മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കായും ഇഞ്ചിയും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇഞ്ചി കൂടുതലുള്ളത് പോലെ തോന്നുന്നത്. ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാരങ്ങ നീരും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഇതുപോലെ ഒരു ബൗളെടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ കുരുവൊന്നും കളയാതെയാണല്ലോ വത്തക്ക ഇതുപോലെ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇതുപോലെ നമ്മുടെ ജ്യൂസ് മുഴുവനായിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഫസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഐസ് ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് 2 ഗ്ലാസ്സിലേക്കും ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നമ്മുടെ വത്തക്ക വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തതാണ്. അപ്പം നമുക്ക് നല്ലൊരു തണുപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 2 ഗ്ലാസ്സിലേക്കും നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 2 ഗ്ലാസ്സിലേക്കും ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജ്യൂസ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പുതിനയില, അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കേ.